അല്ല, എന്തായാലും ഒരു അതിവേഗ റെയിൽ വരട്ടെ. നമ്മൾ സിൽവർ ലൈനെ എതിർത്തത് ഒന്ന് പാരിസ്ഥിതികമായ വിഷയങ്ങളുടെ പേരിലും ഒന്ന് സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിലും പ്രോപ്പറായിട്ടുള്ളൊരു DPR ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനർത്ഥം കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ വേണ്ടെന്നല്ല. അത് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രശാഖയാണല്ലോ. ഓൾട്ടർനേറ്റീവ് ബദലുകൾ പരിശോധിക്കട്ടെ. അതിനെന്താ ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് നിർത്തുക? ആളുകളെല്ലാം ഇവർ റെയിൽ കൊണ്ടുവരാൻ പോകണമെന്ന് പറയും, ഇവർക്ക് വോട്ട് ചെയ്യാൻ പോകണ്ട. അതൊന്നുമില്ല. അതിവേഗ റെയിൽ വരട്ടെ, അതിന്റെ പ്രപ്പോസൽ വരട്ടെ, അതിന്റെ DPR തയ്യാറാക്കട്ടെ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നിരവധി വളവുകളുണ്ട്. ആ വളവുകൾ സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് നിലവിലുള്ള പാതയുടെ കൂടെ തന്നെ ഡബിൾ ലൈനോ വല്ലതും പണിത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് റെയിൽ വേണം, സ്പീഡിൽ സഞ്ചരിക്കണം. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ ഉണ്ടാവണം. സിൽവർ ലൈനെ സംബന്ധിച്ച് ഗവൺമെന്റ് പിന്മാറിയാൽ ഗവൺമെന്റ് നല്ലതാണ്. അത് അനുവദിക്കാൻ ഒരു കാരണവശാലും കേരളത്തിൽ അത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നത് പ്രതിപക്ഷ നിലപാടാണ്. അത് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ വിശദമായി പഠിച്ച് വിശദമായി എല്ലാവരോടും സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ശക്തിയായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും നടപ്പാക്കാൻ സമ്മതിക്കില്ല. രാഷ്ട്രീയവും അഹങ്കാരവും നിറഞ്ഞ ശബ്ദത്തിലാണ് എന്തു വന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ നടപ്പാക്കുമെന്ന് പറഞ്ഞത്. ഞങ്ങൾ വിനയത്തിലാണ് പറഞ്ഞത്, നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഇത് ഇവിടെ വരെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യത്തിൽ ഇത് ഇങ്ങനെയൊക്കെ ആയതിൽ എനിക്ക് നല്ല ദുഃഖമുണ്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക.